പ്രവാസി മലയാളികളുടെ വിവിധ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും ഉൾപ്പെടുത്തി പ്രവാസി ഖത്തർ ജനകീയ പ്രവാസി അവകാശ രേഖ തയ്യാറാക്കി. യാത്രാ നിരക്ക്, രേഖകൾ, നിയമസഹായം, ആരോഗ്യ സംരക്ഷണം, പുനരധിവാസം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രധാന ആവശ്യം. 2026 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഖത്തറിലെ വിവിധ മേഖലകളിൽ സാമൂഹിക പ്രവർത്തകരുടെ സംഗമങ്ങൾ, വനിതാ സംഗമങ്ങൾ, വിവിധ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും പ്രവാസികളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ചാണ് രേഖ തയ്യാറാക്കിയത്. വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളെയും ഓൺലൈൻ സംവിധാനത്തിലൂടെ പങ്കാളികളാക്കി. രേഖ മുഖ്യമന്ത്രിക്കും പ്രവാസികാര്യ ചുമതലയുള്ള മന്ത്രിമാർക്കും സംസ്ഥാനത്തെ MP-മാർക്കും MLA-മാർക്കും സമർപ്പിക്കും. ഭരണകൂടത്തോടുള്ള അപേക്ഷ മാത്രമല്ല, പ്രവാസി സമൂഹത്തിന്റെ അവകാശ പ്രഖ്യാപനമാണ് ജനകീയ പ്രവാസി അവകാശ രേഖയെന്ന് പ്രവാസി വെൽഫെയർ ഖത്തർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷാഫിയും ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സിയും പറഞ്ഞു. ഒരു അവസരം എന്ന അർത്ഥത്തിൽ പുതിയുഗ കേരളം പ്രവാസികൾക്കും പറയാനുണ്ട് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടൊരു 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ക്യാമ്പയിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായി പ്രവാസികളുടെ വിഷയങ്ങളിൽ പരിഹാരം കാണാത്ത ഒട്ടനവധി വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ എല്ലാ പ്രവാസി വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ജനകീയമായി ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദി ഒരുക്കിക്കൊണ്ട് പ്രവാസത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ കൂട്ടിയിരുത്തിക്കൊണ്ട് അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും അതിനെ വിദഗ്ധമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനവിധേയമാക്കി സംഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രവാസി ജനകീയ അവകാശ രേഖ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഖത്തറിൽ വെച്ച് ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഖത്തർ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ അവകാശപ്പെട്ടതായിരുന്നു, ഈ പ്രവാസി രേഖ ഞങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം കേരളത്തിലെ അധികാരികൾക്ക് ഇത് കൈമാറുമെന്നതായിരുന്നു ഞങ്ങളുടെ പ്രഖ്യാപനം. ആ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഇവിടെ വരികയും നാട്ടിൽ വന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA-മാർക്കും പ്രവാസി വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാവർക്കും ഈ രേഖ കൈമാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലുള്ള ആളുകളെയും കാണുകയും ഇന്ന് നിലവിൽ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്യുകയും ഒരു കൂട്ടായ ഒരു മുന്നേറ്റം ഒരു ജനമുന്നേറ്റം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. ഏകദേശം 10,000-ഓളം ആളുകളാണ് നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും അവരുടെ ഡാറ്റ നമുക്ക് കൈമാറുകയും ചെയ്തത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി പരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കിട്ടിയ എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവകാശ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 10ഓളം ഹെഡിങ്ങുകൾ നമ്മൾ ഇതിൽ നൽകിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു നയം തന്നെ രൂപീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, നിലവിൽ നോർക്കയും പ്രവാസി ക്ഷേമ വകുപ്പുകളും അത് കുറച്ചുകൂടി ആസൂത്രിതമായി കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന സ്വഭാവത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ട നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. നിയമസഹായം, തൊഴിൽ സുരക്ഷ, അതുപോലെ തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പ്രവാസി കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത്. തുടർ പഠനം വലിയൊരു ആശങ്കാജനകമായ ഒരു സംഗതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുനരധിവാസം, പ്രവാസികളുടെ പുനരധിവാസം ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് പുനരധിവാസം എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപ സാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ജനാധിപത്യ പങ്കാളിത്തം, യാത്രാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ അവകാശ രേഖയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ഇതിനെ എല്ലാവരും ഏറ്റെടുക്കുകയും ഗവൺമെൻറ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുകയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ട ആളുകളെല്ലാം വളരെ പോസിറ്റീവാണ്. അവർ വളരെ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഞങ്ങൾ പൊതുസമൂഹത്തിൽ കൂടി വിഷയങ്ങൾ വെക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയും പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.